ഹലോ ഗായ്സ്, ഓക്കെ സുഖല്ലേ? വിജയത്തിലേക്ക് വരാം. ഹലോ ഗായ്സ്, ബാഡ് ബോയ് ഗെയിമിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പറഞ്ഞ് നിർത്തിയിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. എന്തെന്ന് 10 വട്ടം എഴുതി പഠിച്ചെന്ന് പറഞ്ഞ് ഇപ്പോൾ നോക്കിയിട്ട് കിട്ടി ഗൈസ്. ഫുൾ ഹാൻഡ് സെറ്റ് ആർമറും പിന്നെ ഒരു മെഗാ ബേസ് കെട്ടാൻ എനിക്ക് കഴിയില്ല. നോക്കൂ, ഒരു കേവിൽ വന്ന് ഇറങ്ങി. ആദ്യം കേവ് കണ്ടു ഇറങ്ങി. ക്രീപ്പർ എന്നെ പൊടിത്തെറിച്ച് ഞാൻ ചത്തു. ഇപ്പോൾ ഞാൻ കേവ് ഫുള്ള് ടോർച്ച് വെച്ച് ഇതിൻ്റെ ബേസ് ആക്കിക്കണേ. മെഗാ ബേസായില്ലേ. അയൺ ആർമർ ആയിട്ടില്ല. 51 അയൺ കിട്ടിയിരിക്കണ്. അതാണ് അവിടെ കിടന്ന് ഒരുക്കണത് ഫർണസിൽ. പിന്നെ 2 മല അവിടെ നിന്ന് വെച്ചാൽ എനിക്ക് മുകളിൽ 2 സാപ്ലിങ് കിട്ടിയിരുന്നു. അത് അവിടെ വെച്ചു. അപ്പം നമ്മളെ ബേസ് ഈ കേവായ കാലം. അപ്പം നമുക്ക് തുടങ്ങാം. അപ്പോൾ കണ്ടോ, ജായാണ് ഇവിടെ കിടന്ന് ഒരുകയാണ്. ഇവിടെ കത്തിക്കാനായിട്ടൊന്നുമില്ല. അതൊന്ന് എന്തെങ്കിലും കാട്ടണം. കോള എവിടെ കിട്ടുക? ഞാൻ അവിടെ കണ്ടിരുന്നു. അതാ, നമുക്കത് മൈൻ ചെയ്യാം. അതാ പിക്കാക്സ് പൊട്ടി. എന്തൊക്കെ പിക്കാക്സ് ഇല്ല ഉണ്ട്. സ്റ്റോണിൻ്റെ അതാണ്, അല്ല വുഡിൻ്റെയാണ്. അതാണ് മൈൻ ചെയ്യുക. എന്തായാലും എന്താ കിട്ടിയാൽ പോലെ. അപ്പം നമുക്ക് ഇന്നത്തേക്ക് ഫുൾ അയൺ ആർമർ ആവണം. അതാണ് ഇന്നത്തെ ടാർഗറ്റ്. കോൾ മൈൻ ചെയ്യുന്ന തിരിഞ്ഞില്ല. അതാണ് കോളിൻ്റെ പ്രത്യേകത. പിന്നെ ഒരു കേവിൽ ഞാൻ ഡയമണ്ട് കണ്ടിരുന്നു. അതിപ്പോൾ കാണിച്ചു തരാം. ഞാനൊന്ന് കുഴിക്കാൻ നോക്കട്ടെ. ഇവിടെ നിൽക്കോ, ഞാൻ പോയിട്ട് കാണിച്ചു തരാം. അത് നമുക്കൊന്ന് ഫുൾ ആർമറായിട്ട് പോവാം. നമ്മൾ ഫുൾ അയൺ ആയിട്ടുണ്ട്. ഇല്ലേ, അതോ ഗൈസ് ഫുഡില്ല. നമുക്ക് ആ മരം പോയി വെട്ടിയിട്ട് വരാം. എന്തായാലും ഇതിങ്ങനെ പൊടിക്കുമ്പോഴൊരു പൗരുഷം. ആക്സ് കൊണ്ട് വെട്ടാം. നാളെ ഇതേ ടൈമിൽ വേറെ വീഡിയോ ഞാൻ ഇടാവുന്നതാണ്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലത്തെ കുറേ വീഡിയോ ഞാൻ ശ്രമിക്കാം. അയൺ സ്മെൽറ്റായെന്നറിയില്ല. അയൺ സ്മെൽറ്റായിട്ടുണ്ട്. സൗണ്ട് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ വേറെ പരിഹാരമാണുള്ളത്. ഒന്നും സാരില്ലല്ലോ. എന്താ ഇപ്പം സൗണ്ട് ചെയ്തില്ലേ? നമുക്ക് അയൺ ഡയമണ്ട് കാണിച്ചിടാം. എവിടെയാണ്? അവിടെ. അങ്ങനെയാണ് അവിടെ തന്നെ ബേസ് ഉണ്ടാക്കിയത്. ഈ കേവ് ഇറങ്ങി പോയാൽ മതി. അയാളെ കണ്ടുപിടാം. എന്തൊക്കെയാ കാട്ടണ്ടേ? ഇവിടെയാണ്. അവിടെ തന്നെ ഇത് അവിടെയാണ്. എവിടെ? അത് 2 ഡയമണ്ട് ഉണ്ട്. 2 ഉണ്ടെങ്കിൽ 2 ഉള്ളത് കൊണ്ട് ഓണം പോലെ. വേറെ ഒന്നതാ, അത് ഞാൻ കണ്ടില്ല കേട്ടോ. വേറെ ഇല്ലല്ലോ.
അങ്ങനെ 3 ഡയമണ്ട് ആയിട്ടുണ്ട് ഗുയ്സ്. ഐ ആം റിച്ച്. ബട്ട് മൂവാണുള്ളൂ. കിഞ്ഞമാണ് കേക്കൊക്കെ ഒന്ന് കയറിയാകട്ടെ. സോംബികൾ അവിടെ ഇവിടെ ആയിട്ടുണ്ടാവും. ഞാൻ പോവുക, അല്ലെങ്കിൽ ഡയമണ്ട് വെറുതാവും. അവിടുത്തെ ചെസ്റ്റ് ഉണ്ടാക്കാം. അവിടെ വെച്ചിട്ട് വരാം. ഇങ്ങനെ വഴിയുണ്ട്. ഇങ്ങോട്ട് പോയാൽ ഡയറക്റ്റ് ഹോമൊക്കെ പോകാൻ പറ്റുമോ? അതോ നോക്കാം. പോകാൻ പറ്റുന്നുണ്ട്. ഇത് ഞങ്ങൾ അടയാളമായിട്ട് 2 ടോർച്ച് വെച്ചാണ്. സൗണ്ട് ഉണ്ടാവും. ഞാൻ എൻ്റെ മേമാൻ്റെ ഒടിയൊക്കെ ഉപയോഗിക്കണത്. സൗണ്ട് മാക്സിമം ഞാൻ കുറക്കാൻ ശ്രമിക്കാം. Where is my home? ഇവിടെയാണോ? അതെ, ഇവിടെ. അങ്ങനെ റിച്ച് ആയിരുന്നു. 3 ഡയമണ്ട് വെച്ചിട്ട്. ഞാൻ പ്രോ മൈൻക്രാഫ്റ്ററാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ മതി. നമ്മൾ പരിചയക്കെത്തി ഗൈസ്. നമുക്കൊന്ന് ഡയമണ്ടിൻ്റെ പിക്കാക്സ് ഉണ്ടാകാം. എന്നെക്കൊണ്ട് ഞാനേ തോറ്റു. 2 സ്റ്റിക്ക് വേണം അതിന്. ഗൈസ് അങ്ങനെ ഞാൻ ഡയമണ്ട് പിക്കാക്സ് ഇട്ടിരിക്കുന്നു. കാണിച്ചേട്ടൻ്റെ ഡയമണ്ട് പിക്കാക്സ് ഇതാ ഗൂയ്സ്. നോക്കൂ, അതിൻ്റെ ആ നീല കളർ എൻ്റെ ഷർട്ടുമായി മാച്ചാവുന്ന കളർ. മറ്റേ ന്യൂബ്. അപ്പോൾ നമുക്ക് അയൺ സ്മെൽറ്റായി നോക്കാം. യെസ് ഗൈസ്, ഈ ഗോൾ ഇവിടെ. ഓക്കെ, നമുക്കിനി എന്താ ഉണ്ടാക്കാനുള്ളത്? ഒരു ബക്കറ്റ് ഉണ്ടാക്കിയേക്കാം. പിന്നെ ഒരു ആക്സും കൂടിയും, പിന്നെ ഒരിത്, പിന്നെ ഒരു ഷീൽഡ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവില്ല. ചെസ്റ്റ് ഉണ്ടാക്കണം. ഇത് ഫുള്ളായതുകൊണ്ട് കിട്ടി. നമുക്ക് എവിടെ വെക്കുക? ഇതിൻ്റെ ബാക്കിൽ വെക്കാം. ഡയമണ്ട് പിക്കാക്സ് പടിയിരിക്കട്ടെ. നമ്മൾ വെറുതെ ആക്സിഡൻ്റ് ആക്കിയിട്ട് കാര്യമില്ലല്ലോ. നമുക്കാദ്യം ഈ ഗാലറി ഫുള്ളാക്കാം. ജസ്റ്റ് ഫുള്ളാക്കാം. തെറ്റിപ്പോയി, ക്ഷമിക്കുക. ഇങ്ങനത്തെ തെറ്റൊക്കെ ഉണ്ടാവും. അത് അയാളിന് വേണ്ടി ഇങ്ങനെ ഇതാവേ. ഇപ്പം കണ്ടില്ല, അയാൾ അവിടെ വെറുതെ വെക്കുകയാണ്. അത്രക്കും പ്രോ ആയിപ്പോയി ഗൈസ് എന്നെക്കൊണ്ട്. നമുക്കിനി വേറെ കേവളമെന്നൊക്കെ ഇതാക്കി നോക്കാം. ഹലോ ഗൈസ്, നമുക്കവിടെ സാപ്ലിങ് വന്നിട്ടുണ്ട്. അത് നോക്കാം. ഏണൊക്കെ ഞാൻ ഗ്രൈൻഡ് ചെയ്ത് ഓഫ് ക്യാമറയിലാണ്. ഞാൻ അറിയാതെ അങ്ങനെ അതിൻ്റെ ഇടയ്ക്കാണ് ഈ കേവിലേക്ക് പോണത്. അപ്പോൾ ഇതിനെ ക്രീപ്പർ പൊടുത്തരിച്ച് ഞാനിവിടെ ഫുള്ള് കോള് വൈൻഡ് ചെയ്തിട്ട് ഇവിടെ ഫുള്ള് ടോർച്ചിൽ വെച്ച്. പിന്നെ സോംബികളൊന്നും ഇവിടെ സ്പോൺ ആയിട്ടില്ല. ഇടയ്ക്ക് എവിടെയെങ്കിലും സ്പോൺ ആവേണ്ടതാണ്. നോക്കിയോട്ടെ, സ്പോൺ ആയിട്ടില്ല. സ്പോൺ ആവേണ്ടതാണല്ലോ. കുറേ അയമുണ്ട്, കുറേ കോളും ഉണ്ട്. അവിടെ ഇരിക്കട്ടെ, നമുക്ക് പതിനൊന്നും ആവശ്യമില്ലല്ലോ.
അല്ലേ? അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? നമുക്കിവിടെ സോംബിയോട് സ്പോൺ ആയിക്കണം നോക്കാം. അവിടെ രണ്ട് സ്പോണർ കണ്ടിരുന്നു, ഇതിലല്ല തോന്നുന്നു. അതോ സ്കെൽട്ടനെ പേടിക്കേണ്ട ആവശ്യമില്ല ഗൈസ്, ഇതൊക്കെ ഷീൽഡ് ഉണ്ടല്ലോ. ഷീൽഡ് പൊക്കി പിടിച്ച സ്കെൽട്ടൻ്റെ അടുത്തൊക്കെ പോകാൻ നോക്കിയോട്ടെ. സ്കെൽട്ടന് മുന്നല്ലേ? ഹങ്കർ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ആ സ്കെൽട്ടൻ അങ്ങനെ കൊല്ലുക. ഇന്ത്യക്കാണെങ്കിൽ അമ്പില്ല. ഓരോ രീതി അടുത്ത അമ്പ് വെച്ച് വേണ്ട. മുഞ്ചി ഞാൻ വണ്ടിക്കോ സ്കെൽട്ടൻ മേടിച്ച് നമ്മൾ കൊല്ലാതിരിക്കണം. എങ്ങനെയും മരിക്കാത്ത ഞാൻ സ്കെൽട്ടൻ്റെ വടി കൊണ്ട് മരിക്കാൻ പാടില്ല. ഈ ഇതൊന്ന് ബോൺമീൽ ചെയ്യാം, ബട്ട് വളർന്നില്ല. ഞാൻ ഈ എല്ല് കൊണ്ടെടുക്കണത് എന്തിനാണെന്ന് ചോദിച്ചാൽ പട്ടിക്കുട്ടികളെ കിട്ടിയ ഇവിടെ കൊല്ലാനാണ്. എനിക്ക് പട്ടികളെല്ലാം ഇഷ്ടമാണ്, പക്ഷേ പട്ടിക്കുട്ടികളൊന്നും സ്പോണായില്ല. ഞാൻ കേക്കൊന്നും പോണില്ല. ഞാൻ സ്പോൺ പോയിന്റ് സെറ്റാക്കിയിട്ടില്ല. ഈ എല്ല് ഇവിടെ വെക്കാം. സോമിന് സൗണ്ട് ഇട്ട് എവിടുന്ന ആർക്ക് പേടിക്കണ്ടല്ലോ, ഇവിടെ ഫുൾ വെളിച്ചല്ലേ. ഈ കോളെടുത്തിട്ട് നമ്മളെ എന്താണ് എന്തോ സാധനം കുക്കാക്കാം, അല്ലെങ്കിൽ വിശന്ന് മരിക്കേണ്ടി വരും. ഞാൻ പുറത്തേക്ക് ഇത് കണ്ടിരുന്നു. ആ ബക്കറ്റ് കൊണ്ട് എടുത്തിട്ട് ആ പശുവിൻ്റെ മുഖത്ത് ആക്കിയപ്പോൾ അതിന് കിട്ടിയ ഇറച്ചിയാണത്. നമുക്ക് ഇത് മൈൻഡ് ചെയ്യാം. ഒന്ന് കിട്ടിയുള്ളൂ, സാരില്ല. എനിക്ക് അയൻ്റെ ആവശ്യമില്ലല്ലോ, വെറുതെ എങ്ങനെ ഇതാക്കാൻ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. എന്താണ്? നിങ്ങൾക്ക് സ്പീഡിൽ ഓടാനുള്ള ഇതറിയോ? ഈ രണ്ട് റൈറ്റിക്ക് തിരിഞ്ഞിക്കണത് ഇതാ. ഈ ജോയിസ്റ്റിക്ക് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഇതിമ നെക്കിയിട്ട് മുമ്പ് കാക്കിയിട്ട് ചാടിയാൽ മതി. നല്ല സ്പീഡ് കൊണ്ടാൻ വയ്ക്കും. ധാരണ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക, കാണേണ്ട ആവശ്യമില്ല. വേറെ ഏതെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അതൊക്കെ അറിയാം, വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ചെയ്ത് കാണിച്ചു തരാം. ഇത് ബോറാണെന്ന് പറയുന്നവർ പറഞ്ഞിട്ട് കാര്യമില്ല, കണ്ടേ തീരും. കാണില്ലെങ്കിൽ ഓഫാക്കി പോയിക്കോ, ഞാൻ ധൃതിയാക്കണമൊന്നുമില്ല. ഇവിടെ എന്താ ഇനി പരിപാടി? നമുക്കിനി വൈൻഡപ്പ് ചെയ്യാം. അപ്പം ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? ടാറ്റ ബൈ.